Good morning. Okay. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എവിടെ വരെയായിരുന്നു? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഫസ്റ്റത്തെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പറഞ്ഞു അല്ലെ? EHR പറഞ്ഞു. രണ്ടാമത്തെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം LIMS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. മൂന്നാമത്തെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ചിനിക്കൊന്ന് പേജ് ഒന്ന് ഇട്ട് കൊടുത്തേ. പേജ് നമ്പർ എത്രയാണെന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? 91 ട്ടോ. അപ്പൊ അതിനകത്തൊരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കി ജസ്റ്റ് പിക്ചറിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താ കൊടുത്തേക്കുന്ന പിക്ചറിൽ നോക്കി? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് നമ്പർ 1 ഇട്ടേക്കണുണ്ടോ? 1 എന്നുള്ളത് കണ്ടില്ലേ? അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങള് HIS നമ്മൾ സ്റ്റോർ ചെയ്യുന്നു അല്ലെ? HIS കൊടുക്കുന്നു. പേഷ്യന്റിന്റെ ഏജ്, ജെൻഡർ അല്ലെ, അവരുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? നേരെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നേരെ വിവരങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്പർ 2 കണ്ടില്ലേ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. കണ്ടോ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പൊ HIS നിന്ന്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള പേഷ്യന്റിന്റെ വിവരങ്ങള് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ നോക്കിയേ, നെക്സ്റ്റ് 3 കണ്ടോ? അവിടെ നിന്ന് നേരെ അപ്പൊ നമുക്ക് ഏതാ? DICOM മോഡലിറ്റീസ്, അതായത് ഡിജിറ്റൽ ഇമേജിംഗ്. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഡിജിറ്റൽ ഇമേജിംഗ് and communication in medicine. Digital imaging and communication in medicine. കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ, DICOM. അതായത് നമുക്ക് ഏതാണ് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല അല്ലെ? ചിലർക്ക് എക്സ്റേ ആയിരിക്കും ചെയ്യാൻ പറയുന്നത്, ചിലർക്ക് സ്കാനിങ് ആയിരിക്കും അല്ലെ? അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ MRI, അങ്ങനെ ഏതാന്ന് വെച്ചാൽ അത് നേരെ എങ്ങോട്ടേക്ക് വരുന്നു? ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ DICOM അയക്കുന്നു. അവിടെ നിന്ന് നേരെ നോക്കിയേ, നെക്സ്റ്റ് 4 കണ്ടോ? അത് തിരിച്ച് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കും 2 സൈഡിലേക്കും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്നിട്ട് നേരെ ആ ടെസ്റ്റ് നോക്കി, റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ ആ ടെസ്റ്റുകൾ നടത്തിയിട്ടൊക്കെ അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. അതാണ് റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് സ്റ്റഡി. വായിക്കാൻ പറ്റില്ല, ചെറുതാക്കി എഴുതിയേക്കണായിരുന്നു അല്ലെ? റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് സ്റ്റഡി എന്നാണ്. അത് 4th കണ്ടോ? റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ, അതായത് ആ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. പിന്നെ അടുത്ത നേരെ നോക്കിയേ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഒരു താഴേക്ക് വന്നേക്കണുണ്ടോ? PACS എന്ന് പറഞ്ഞ അതും കൂടി ഒന്ന് എഴുതി വെച്ചോ. പിക്ചർ അച്ചീവിംഗ്, ARCHIVING, പിക്ചർ അച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിക്ചർ അച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നേരെ PACS വരിക. അതായത് എന്താ? ആ പിക്ചറുകൾ നമ്മളിപ്പോ അവിടെ എന്താ പറയാ, റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആ റിപ്പോർട്ട് നേരെ നമുക്ക് പിക്ചറൈസ് ചെയ്ത് വരൂലേ അല്ലെ? ആ കമ്പ്യൂട്ടറിലേക്ക് ഇപ്പൊ നമ്മൾ ഏത് എക്സ്റേ ആണോ എടുത്തേ അതിന്റെ പിക്ചർ നേരെ കമ്പ്യൂട്ടറിലേക്ക് വരിക ചെയ്യുന്നത്. അതാണ് പിക്ചർ അച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
PSCS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ് കേട്ടോ. ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമേജസ് ആൻഡ് റിപ്പോർട്ട് ഇലക്ട്രോണിക്കലി ഫോർ റേഡിയോളജി. റേഡിയോളജിയില് ഇൻഫർമേഷൻസ് ഈ നമ്മൾ ചെയ്യണതിന്റെ ഡിജിറ്റൽ ഇമേജസ്, ഒറ്റ വാക്കിൽ ഡിജിറ്റൽ ഇമേജിംഗ് ആണ് പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞേക്കണം. ജസ്റ്റ് ഇതിൽ നിന്നൊന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ട്. അതാണ് രണ്ട് സൈഡിലേക്കും ഒരു വൺ വേ ഡയറക്ഷൻ അല്ല, രണ്ടിടത്തേക്കും വരുന്നുണ്ട്. അവിടുന്ന് തിരിച്ചും വരുന്നുണ്ട് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്. കണ്ടോ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് ആ നമ്പർ ഇട്ടതിനനുസരിച്ച് നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. പേഷ്യൻസിന്റെ വിവരങ്ങൾ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മൂന്നാമത്തെ നോക്കി അത് ഏതാണ് നമ്മൾ ചെയ്യേണ്ടേ. ചിലർക്ക് എക്സ്റേ ആയിരിക്കും, ചിലർക്ക് എന്താണ് സ്കാനിങ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് ഏതാന്ന് വെച്ചാൽ അത് നേരെ DICOM മോഡലിറ്റീസ് എന്ന് പറഞ്ഞാൽ, മോഡലിറ്റീസ് എന്ന് വെച്ചാൽ രീതികളാണ്. അതായത് പറഞ്ഞേക്കുന്നത് നമുക്ക് പല കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ശരിക്കും. മോഡലിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ. ഹ്യൂമനും മനുഷ്യനും കമ്പ്യൂട്ടറൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഡിജിറ്റൽ ഇമേജിംഗ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. അപ്പൊ നേരെ എങ്ങോട്ടേക്ക് വരുന്നു? അത് ഏതാണ്? എക്സ്റേ ആണോ, സ്കാനിങ് ആണോ, അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ അത് നേരെ അത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നു. എന്നിട്ട് നേരെ റിപ്പോർട്ടുകൾ അല്ലെ, നമ്മൾ ആ ടെസ്റ്റുകളൊക്കെ ചെയ്യൂലേ, ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ നെക്സ്റ്റ് ഫോർത്ത് കണ്ടോ. അതും ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ, കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ശരിക്കും മോഡലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ഇതിനകത്ത് ബേസിക് സ്ട്രക്ചറിൽ അവിടെ പറയുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ, അതാണ്. അപ്പൊ നമുക്ക് നേരെ ഏതാണോ നമ്മുടെ ടെസ്റ്റ്, എക്സ്റേ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷനിൽ തയ്യാറാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വീണ്ടും കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് ഏത് ടെസ്റ്റ് ആണോ അതിന്റെ പിക്ചർ നമുക്ക് PACS അല്ലെ, പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആ പിക്ചർ നേരെ വരും. ഓക്കെ, അത്രേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നോക്കി അടുത്ത ബേസിക് ഫീച്ചേഴ്സ് ആണ് നോക്കാം കേട്ടോ. അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണ്? എക്സ്ചേഞ്ചിങ്, അതാണ് ആ ചാനലാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ചാനല്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യാണ് അവിടെ ഇൻഫർമേഷൻസ്. നോക്കിയേ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കോമൺലി സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒരു റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഏതാ? ഈ താഴെ പറയുന്ന ഈ ഫീച്ചേഴ്സിനെ, സവിശേഷതകളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനേക്കാന്ന് നോക്കിയേ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. ഫസ്റ്റത്തെ നോക്കിയേ, പേഷ്യന്റിന് രജിസ്ട്രേഷൻ അല്ലെ, പേഷ്യന്റിന് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ഒക്കെ നടത്താനായിട്ട് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. രണ്ടാമത് നോക്കിയ പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. പേഷ്യൻസിന്റെ ലിസ്റ്റ്, അതായത് അവർക്കുള്ള പേഷ്യൻസിന്റെ നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിന് മുന്നേ ഇപ്പൊ നമ്മൾ ചില സ്കാനിങ് പറയുമ്പോൾ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയൂല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ്, അവരെ മോണിറ്റർ ചെയ്യുക, പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുക, അതൊക്കെയാണ് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. പേഷ്യൻസിനെ ഏതാണോ ടെസ്റ്റുകൾ അതനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അവർക്ക് ഇപ്പൊ ചിലതൊക്കെ 1 മണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയൂ അല്ലെ. 1 മണിക്കൂറിന് ശേഷം വെള്ളം കുടിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ടായിരിക്കും ചിലപ്പോ ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അത് ഏതാണോ അവർക്ക് പറഞ്ഞേക്കുന്ന ടെസ്റ്റ് അതനുസരിച്ചുള്ള രീതിയിൽ പേഷ്യൻസിന്റെ ലിസ്റ്റ് അനുസരിച്ച് തന്നെ അവരെ മാനേജ് ചെയ്യുക. ഓക്കെ, അവരെ പ്രിപ്പയർ ചെയ്യുക, അതല്ലെങ്കിൽ ടൈം ഒക്കെ അവർക്ക് കൊടുക്കുക, അവരെയൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റിനെ എന്ത് ചെയ്യുന്നു, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ അടുത്ത് നോക്കിയേ, മോഡലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. വർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലിറ്റി ഇന്റർഫേസ്. മോഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ പറയില്ലേ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ. ആ നമ്മള് ഇൻഫർമേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനും അല്ലെ, കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തിരിച്ചും സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അപ്പൊ അതിനെ വർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ മോഡലിറ്റി ഇന്റർഫേസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ ഏത് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കിയേ, വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ സെക്ഷനുകൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം അല്ലെ, രജിസ്ട്രേഷൻ ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അവിടെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് വരെയുള്ള റേഡിയോളജിയിലെ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ മാനേജ്മെന്റിനും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ അവിടെ പ്രവർത്തനങ്ങള് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാനും വർക്ക് ഫ്ലോ മാനേജ്മെന്റിലും റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റുകൾക്ക് പിന്നെ ഡോക്യുമെന്റ്സ് സ്കാനിങ്ങിന് ഇതിനൊക്കെ RIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയ, റിസൾട്ട് എൻട്രി. റിസൾട്ടിലേക്കുള്ള പ്രവേശനം, അതായത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് എൻട്രി ചെയ്യണ്ടേ. ടെസ്റ്റ് കഴിഞ്ഞു, റിസൾട്ട് അത് ആക്കണം. പിന്നെ അതുപോലെ ഡോക്ടറിനാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് റേഡിയോളജിയിൽ നിന്ന് എന്ത് ചെയ്യണം, ആ റിപ്പോർട്ടിന്റെ ആ റിസൾട്ട് ഡോക്ടറിനും സെൻഡ് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെയുള്ളതിനും ഏത് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, നെക്സ്റ്റ് റിസൾട്ട് എൻട്രി ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. റിസൾട്ട് എൻട്രി. അടുത്ത നോക്കിയ, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. ബ്രാക്കറ്റിൽ കൊടുത്തത് നോക്കിയ, യൂഷ്വലി യൂസിങ് വോയിസ് റിക്കഗ്നേഷൻ VR എന്ന് പറയുന്നത്. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്താ, നമ്മൾ ഡോക്ടറിനൊക്കെ നമ്മൾ റിപ്പോർട്ട് അതായത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ വോയിസ് ഒക്കെ ആയിട്ട് നേരെ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യാം. അതായത് ആ സ്റ്റാഫ്, അത് ചെയ്യുന്ന സ്റ്റാഫിന് ഡയറക്റ്റ് നമുക്ക് വോയിസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ടുകൾ അയക്കാൻ പറ്റും കേട്ടോ. ഡിജിറ്റൽ റിപ്പോർട്ടിങ്ങിനെയും എന്ത് ചെയ്യുന്നു, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കാണ് യൂഷ്വലി യൂസിങ് വോയിസ് റിക്കഗ്നേഷൻ. അപ്പൊ ഡയറക്റ്റ് വോയിസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അയക്കുന്നതിന് പകരം അവിടെ എന്താണെന്നുള്ള ആ റിപ്പോർട്ട് നേരിട്ട് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. വോയിസ് വഴി കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെക്കോർഡ് ചെയ്യുന്നു. Then അടുത്ത നോക്കിയാൽ, printable like patient letters and printed reports. Printable like patient letters. Patient letters എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതായത് ഏത് സാമ്പിൾ ആണോ അല്ല കളക്ട് ചെയ്തത്, അതിന്റെ ഇൻഫർമേഷൻ, ഡേറ്റ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ പേര്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഈ പേഷ്യന്റ് ലെറ്റർ എന്ന് പറയുന്നത്. patient letter, printable like a patient letter and printed reports. പേഷ്യന്റിന്റെ സ്കാനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പ്രിന്റഡ് ആയിട്ട് നമുക്ക് അത് കോപ്പി എടുക്കാൻ പറ്റും അല്ലെ. പ്രിന്റഡ് ആയിട്ട് കോപ്പി എടുക്കാനൊക്കെ പറ്റും. അതാണ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. അപ്പൊ പേഷ്യന്റ് ലെറ്റേഴ്സ്, പ്രിന്റഡ് റിപ്പോർട്ട്സ്, ഇതിനെല്ലാം RIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത റിസൾട്ട് ട്രാൻസ്മിഷൻ while integration or emailing of clinical report. Result transmission. ഇനി റിസൾട്ട് നേരെ നമുക്ക് കൊടുക്കണ്ടേ, ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഡോക്ടറിന് നമുക്ക് റിസൾട്ട് കൊടുക്കണം അല്ലെ, ക്ലിനിക്കൽ റിപ്പോർട്ട് കൊടുക്കണം. അതായത് ഡോക്ടറിന് വീണ്ടും ഈ റേഡിയോളജിയിലേക്ക് വരണ്ട,
റിസൾട്ട് അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സിനെ കൊണ്ട് കൊടുക്കണ്ട ഡോക്ടറിന്റെ അടുത്തേക്ക്, നേരെ ഏതാ ഇമെയിൽ വഴി ഡോക്ടറിന് ആ ക്ലിനിക്കൽ റിപ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഡോക്ടറിന് എന്താ ആ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് നോക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അതാണ് റിസൾട്ട് ട്രാൻസ്മിഷൻ ബൈ ഇന്റഗ്രേഷൻ ഓർ ഇമെയിൽ ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. അടുത്തതാണ് പേഷ്യന്റ് ട്രാക്കിംഗ്. പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് അവര് റിപ്പോർട്ടുകൾ എവിടം വരെ എത്തി, പേഷ്യൻസിന്റെ റിപ്പോർട്ടൊക്കെ എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് ട്രാക്കിംഗ്, പേഷ്യന്റ് ട്രാക്കിംഗ്, പേഷ്യന്റിന് അവരുടെ റിപ്പോർട്ടുകൾ എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതാണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് അതായത് ഈ ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് റിപ്പോർട്ട്, ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് റിപ്പോർട്ടിനെ കുറിച്ചുള്ള നേരെ നമുക്ക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡോക്ടറിന് ഒരു ഇൻഫർമേഷൻ കിട്ടൂലേ, പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണം, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ എന്താ ചെയ്യുന്നു, ഡോക്ടറിന് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇതൊക്കെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ആ ഡോക്ടറിന് വേണ്ട പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് അങ്ങനെ ഏത് RIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, ഈ ഡോക്ടറിന് പേഷ്യൻസിനെ കുറിച്ചുള്ള അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് ഡീറ്റെയിൽ ചോദിക്കണ്ട, പേഷ്യന്റ് ചെന്ന് കഴിയുമ്പോൾ അവരോട് ഡീറ്റെയിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ അതിനും റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കിയേ, ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. ടെക്നിക്കൽ ഫയലുകൾ തയ്യാറാക്കാൻ, സൃഷ്ടിക്കാൻ, ക്രിയേറ്റ് ചെയ്യാൻ, തയ്യാറാക്കാനും റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫയലുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, മോഡലിറ്റി ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതായത് മോഡലിറ്റി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പല റേഡിയോളജിയിലാണെങ്കിലും പല പല ഇമേജിംഗ് ടൂൾസ് അവിടെ ഉപയോഗിക്കണം അല്ലെ, പല ഇമേജിംഗ് ഇതുണ്ട്, പല രീതിയിലുള്ള മോഡലിറ്റി എന്ന് പറഞ്ഞ രീതികൾ എന്നുള്ളതും ഒരു മീനിങ് കേട്ടോ. അതായത് പല രീതിയിലുള്ള ഇമേജിംഗ് ടെക്നോളജികളൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ ഇപ്പൊ എക്സ്റേക്ക് ചെയ്യേണ്ട ആ മെറ്റീരിയൽസ് അതായിരിക്കോ സ്കാനിങ്ങിന് നമ്മൾ വേണ്ടത്, അത് സെയിം തന്നെ ആയിരിക്കും, മെറ്റീരിയൽസിലും ഡിഫറൻസ് ഉണ്ടാകും അല്ലെ. പല ടെസ്റ്റുകൾക്ക് അനുസരിച്ച് ഏതാണ് ആ മെറ്റീരിയൽസിനും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ആ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മോഡലിറ്റി ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഇതിനും RIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്താണ് കോൺസെന്റ് മാനേജ്മെന്റ്. കോൺസെന്റ് എന്ന് വെച്ചാൽ എന്താ, സമ്മതം, കോൺസെന്റ് സമ്മതം. അതായത് നമുക്കിപ്പോ പേഷ്യന്റിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ റേഡിയോളജിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് സമ്മതം വേണം അല്ലെ. അവർക്ക് ആ പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെ സെക്യൂരിറ്റിയോട് കൂടി അവിടെ റേഡിയോളജി ഫയല് നമ്മുടെ അല്ലെങ്കിൽ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സൂക്ഷിക്കണം അല്ലെ. അവരോട് പറയുന്ന കാര്യങ്ങൾ, പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സെക്യൂർ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. പേഷ്യന്റിന്റെ വിവരങ്ങള് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അല്ലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്നു. അവരുടെ കോൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതമാണ്, അവരുടെ സമ്മതത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുന്നു, ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അവര് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സെക്യൂർ ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ബേസിക് ഫീച്ചേഴ്സ്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സ്ട്രാ ഒന്നുമില്ല, ജസ്റ്റ് എന്താ അതിന്റെ പോയിന്റ്സ് മാത്രം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഞാൻ എന്താണെന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ഒന്നും എക്സാമിന് ചോദിക്കൂല. അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ ബേസിക് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അഥവാ ചോദിക്കുകയാണെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ഡി എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി.
Computerized Physician Order Entry, CPOE, Computerized Physician Order Entry. Okay, Computerized Physician Order Entry, otherwise known as, മറ്റു പേരുകൾ എന്താണ്, Computerized Provider Order Entry. ഫിസിഷ്യന്റെ സ്ഥാനത്ത് എന്താ, പ്രൊവൈഡർ ആക്കി അല്ലേ? Computerized provider order entry or computerized practitioner order entry. രണ്ട് പേരുകൾ ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. രണ്ടും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അതർവൈസ് നോൺ ആസ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി, refers to the process of a medical professional entering and sending medication order. എൻട്രി ചെയ്യാനായിട്ട്, സെൻഡ് ചെയ്യാനായിട്ട്, അയക്കാനായിട്ട് എന്ത്, മെഡിക്കേഷൻ ഓർഡർ ആൻഡ് ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ. മെഡിക്കേഷൻ മരുന്നുകളുടെ ഇതും അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ എങ്ങനെയാ അവര് കൊടുക്കുന്നത്, എൻട്രി ചെയ്യുന്നതും അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്യുന്നതും എങ്ങനെയാ, ഇലക്ട്രോണിക്കലി ബൈ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഏതിന് പകരം പേപ്പർ ചാർട്ട്. കണ്ടോ, പേപ്പർ ചാർട്ടിന് പകരം അല്ലെ. അതായത് എന്താണ് പറഞ്ഞേക്കുന്നത്, CPOE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്നും പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് നേരെ വിവരങ്ങള്, അതായത് ഈ നമ്മുടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ഈ ഇത് വെച്ചിട്ട് നമുക്ക് പേഷ്യൻസിനെ നോക്കി അവർക്ക് കറക്റ്റ് ആയിട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറയും. ഇത് നേരത്തെ എങ്ങനെയാ നമ്മുടെ പേപ്പർ ചാർട്ടിലാണ് ഡോക്ടർ എഴുതി തരുന്നത് അല്ലെ, പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി തരുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്, നേരെ അവര് എൻട്രി ചെയ്യുന്നത് സിസ്റ്റത്തിലേക്കാണ്, ഇലക്ട്രോണിക്കലി ആണ് അല്ലെ, സിസ്റ്റത്തിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്നത്, നേരിട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പൊ എന്തിനു പകരം, പേപ്പർ ചാർട്ടിന് പകരം. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ഫിസിഷ്യന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ്, കമ്പ്യൂട്ടർ വഴിയാണ് എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണെങ്കിലും അതിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പേപ്പറിലല്ലേ, പേപ്പർ ചാർട്ടിലല്ലേ ഓരോ ചാർട്ട് ഓരോരുത്തർക്കുണ്ട്, ആ ചാർട്ടിലാണ് മെഡിസിൻസ് എഴുതി തരുന്നത് അല്ലെ, 1, 2, 3 നമ്പർ ഇട്ടിട്ട് നമ്മുടെ രോഗങ്ങൾ പറയുന്നതിനനുസരിച്ച് മാറ്റി എഴുതി തന്നെ. ഇപ്പൊ അങ്ങനെയല്ല, അതിന് പകരം പേപ്പർ ചാർട്ടിന് പകരം എങ്ങനെ തരുന്നേ, ഇനിയാണ് ഇലക്ട്രോണിക്കലി അല്ലെ, കമ്പ്യൂട്ടറിലേക്കല്ലേ എൻട്രി ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് refers to the process of medical professional entering and sending medication order. എൻട്രി ചെയ്യുക, അത് സെൻഡ് ചെയ്യുക, മെഡിക്കേഷൻ ഓർഡർ ഓർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ, ഇലക്ട്രോണിക്കലി ബൈ ദ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൂടെ അല്ലെ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. മെഡിക്കേഷൻ ഓർഡറുകൾ സെൻഡ് ചെയ്യുന്നു, എൻട്രി ചെയ്യുന്നതൊക്കെ ഇതിന് പകരം, പേപ്പർ ചാർട്ടിന് പകരം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നോക്കിയേ. അതിനകത്ത് നമുക്ക് CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ, ഇതും ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. എക്സാമിന് എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഫസ്റ്റ് തുടങ്ങുന്നത് പേഷ്യന്റ് ഇൻഫർമേഷൻ, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം, EHR സിസ്റ്റം എന്ന് മുകളിൽ എഴുതിയേക്കണുണ്ടോ. അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് നേരെ CPOE സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. CPOE സിസ്റ്റത്തിലേക്ക്, ഏതാണ്, കമ്പ്യൂട്ടർ വഴി, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെ, ഉള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, പേഷ്യൻസിന്റെ ഏജ്, പേഷ്യൻസിന്റെ പേര് അല്ലെ, എന്താണ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മരുന്നുകളുടെ ആണെങ്കിൽ അത്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എവിടുന്ന, പേഷ്യന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് CPOE സിസ്റ്റത്തിലേക്ക്
CPOE സിസ്റ്റത്തിലേക്ക് CPOE സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അയക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അല്ലെ, അതല്ലേ CPOE എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി സിസ്റ്റം. അതിലേക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ നേരെ സെൻഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. CPOEയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇനി അവിടെ നോക്കിയേ, ഈ ഡോക്ടർ അപ്പൊ എടുക്കുന്ന ഡിസിഷൻസില് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ഇൻഫർമേഷൻസില് എന്തെങ്കിലും പിശകുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരെ CDSS സിസ്റ്റത്തിലേക്ക്, അവിടെ ഇതാരോ വാക്കുകളുണ്ടോ, CDS സിസ്റ്റത്തിലേക്ക്, CDSS സിസ്റ്റത്തിലേക്ക് പോവുക ചെയ്യുന്നത്. അവിടെ 1 2 3 നമ്പർ ഇട്ടോ വേണമെങ്കിൽ കേട്ടോ. ഫസ്റ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ അരമാർക്കുണ്ട്. പേഷ്യന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നേരെ CPOE സിസ്റ്റത്തിലേക്ക്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അതിലേക്ക് വരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും പിശകുകളോ ഇറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ CDSS സിസ്റ്റത്തില് അത് കറക്റ്റ് ചെയ്യുന്നു. CDSS എന്ന് പറഞ്ഞ ക്ലിനിക്കൽ, അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ക്ലിനിക്കൽ ഡിസിഷൻ clinical decision support system. Clinical decision support system. ഒരു പേഷ്യന്റിനെ കുറിച്ച് ക്ലിനിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പിശകുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് കറക്റ്റ് ചെയ്യും. അത് തിരിച്ച് ആരോഗ്യമാർക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. CPOE സിസ്റ്റത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് നോക്കി ഡോക്ടറിന് നമുക്ക് നേരെ എന്താണോ ടെസ്റ്റ് കാര്യങ്ങളോ ഒക്കെ ഏതാ പറഞ്ഞേക്കുന്നേ, അപ്പൊ അതിനനുസരിച്ച് നേരെ ഫാർമസിയിലേക്കാണെങ്കിൽ കണ്ടോ, ഫാർമസി മരുന്നുകളുടെ ഇത് കൊടുക്കാനാണെങ്കിൽ പേഷ്യൻസിന് പോയി മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങാം. എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞേക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ലാബോറട്ടറിയിലേക്ക് സ്കാനിങ്ങോ ഇമേജിംഗ് ഇതാ പറഞ്ഞേക്കണമെങ്കിൽ നേരെ റേഡിയോളജി സെന്റേഴ്സ് കണ്ടോ, 3 കൊടുത്തേണ്ട അവിടേക്ക് പോകാം. കണ്ടോ, ഇനി ഇവിടെ നമ്മുടെ CPOEയുടെ താഴെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാ മോളെ? CDSS ആണ് ഞാൻ പറഞ്ഞത്, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. CPOE ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ. നേരെ ഫിസിഷ്യന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്നതാണ്. അതായത് അവര് ചീട്ടായിട്ട് എഴുതി തരൂല, നേരെ സിസ്റ്റത്തിലേക്കാണ് അവര് എൻട്രി ചെയ്യുന്നത്. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ്. അവിടെ നിന്ന് നേരെ എന്തെങ്കിലും ഇറേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് CDSSലേക്ക് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് CPOE സിസ്റ്റത്തിലേക്ക് തന്നെ വരും. അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഫാർമസിയിലേക്ക്, ഇപ്പൊ മരുന്നുകൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഫാർമസിയിലേക്ക് പോകാം. ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ലബോറട്ടറിയിലേക്ക് പോകാം. എന്നിട്ട് പിന്നെ ഇമേജിംഗ് ടെക്നിക്കാണ് ഈ ടെക്നോളജി പറഞ്ഞെങ്കിൽ റേഡിയോളജി സെന്റേഴ്സിലേക്ക് പോകാം. ഇനി അതിന് താഴെ CPOE സിസ്റ്റത്തിന്റെ താഴെ പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, PMS. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷന്റെ, ബിസിനസ് സെക്ഷന്റെ പുറത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മളെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് PMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സിസ്റ്റം. അതായത് ഇവിടെ ബില്ലിംഗ് കാര്യങ്ങള്, ഷെഡ്യൂളിങ്, പേഷ്യൻസിന്റെ ഷെഡ്യൂളിങ്, ബില്ലിങ്, പേഷ്യന്റ് റെക്കോർഡിങ്, റിപ്പോർട്ടിങ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് അവിടെ നിന്നും ഇൻഫർമേഷൻ CPOE സിസ്റ്റത്തിലേക്ക് പോകണ്ട്. കണ്ടോ, അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരമാർക്ക് കൊടുത്തിട്ടുണ്ട്. 1 വേ അല്ല, അവിടെ 2 വേ ഇതാ വരുന്നത്, അതാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് നേരെ CPOE സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചും അവിടെ നിന്നും അങ്ങോട്ട് കണക്റ്റഡ് ആണ്. ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ ഡോക്ടറിന്റെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ.
അതാണ് CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ എന്ന് കണ്ടോ. CPOE അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പറയില്ലേ, അതാണ് ഡോക്ടറിന്റെ ആണത് കേട്ടോ. ഫിസിഷ്യന്റെ ഓർഡർ എൻട്രി അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ. അതിന്റെ വർക്ക് ഫ്ലോ ആണ് കൊടുത്തേക്കുന്നത്, അതിന്റെ ഡയഗ്രാം ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ, CPOEയുടെ വർക്ക് ഫ്ലോ. ഓക്കെ, ഇനിയുള്ളതൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് യൂസസ് ആണ്. നിങ്ങള് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തോ? നിങ്ങളുടെ 4th മോഡ്യൂളിൽ തന്നെ കമ്പ്യൂട്ടർ എടുത്ത് തുടങ്ങിയോ അവിടെ മിസ്? കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിനുള്ള ചാപ്റ്റർ നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ 4th മോഡ്യൂളിലെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അവിടെ കുറച്ചൊക്കെ. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് 10 യൂസുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള 10 ഉപയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ നോക്കിയേ, ഈ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് നോക്കിയില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ജസ്റ്റ് ആ ഡോക്ടർ എഴുതുന്ന ആ ഓർഡറിന്റെ ഒരു വർക്ക് ഫ്ലോ ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. നോക്കിയേ, 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു 10 ഉപയോഗങ്ങളും എവിടേക്കാണ്, അത് ഏതിലൊക്കെ നമ്മൾ അവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, മെയിൻറ്റെയിൻ patient information. പോയിന്റുകൾ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, പരിപാലിക്കാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻറ്റെയിൻ patient information. Maintain patient information. Okay, patient information is kept organized, safe and readily available on a computer. Ando patient information, patient കൊടുക്കുന്ന ഇൻഫർമേഷൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് സൂക്ഷിച്ചേക്കുന്നത്? എങ്ങനെയാണ് പേഷ്യന്റിന്റെ വിവരങ്ങൾ എങ്ങനെയാ നമ്മൾ സൂക്ഷിച്ചു വെക്കണേന്ന് പറഞ്ഞ സേഫ് ആയിട്ട് അല്ലെ, വളരെ സുരക്ഷിതമായിട്ട്. ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? ഓർഗനൈസ്ഡ് നല്ല പ്ലാൻഡ് ആയിട്ട്, അതായത് നല്ല അച്ചടക്കത്തോടു കൂടി അല്ലെ, പ്രത്യേക രീതിയിൽ അടക്കം ചുറ്റിയിടും. തോന്നിയ രീതിയിലല്ല. നമ്മൾ പറഞ്ഞില്ലേ, ഓരോന്നും സിസ്റ്റത്തിൽ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആണെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിലും അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പൊ ഓരോന്നും എങ്ങനെയാണ്, അത് വളരെ ചിട്ടിയായ രീതിയിൽ അടക്കം ചിട്ടിയുമായിട്ട് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് പേഷ്യന്റിന്റെ വിവരങ്ങള് ഈ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തേക്കുന്നത്, ശേഖരിച്ചേക്കുന്നത്, സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അല്ലെ. പെട്ടെന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ ചെന്ന് നമ്മളൊരു റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് തരില്ലേ? നമ്മുടെ ആ നമ്പർ മാത്രം മതിയില്ലേ? ആ നമ്പർ മാത്രം കൊടുത്തിട്ട് എന്താണോ നമുക്ക് അറിയേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് നാളെ ആവട്ടെ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയട്ടെ എന്നൊന്നും പറയില്ല അല്ലെ. അപ്പൊ തന്നെ അവർക്ക് ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു തിരക്കില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. പേഷ്യന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ്? കെപ്റ്റ് ഓർഗനൈസ്ഡ്, സേഫ് ആൻഡ് റീഡ്ലി അവൈലബിൾ ഓൺ എ കമ്പ്യൂട്ടർ. പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ സുരക്ഷിതമായിട്ട് നല്ല അടക്കം ചിട്ടിയോട് കൂടിയിട്ടൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. In an emergency, medical staff need quick access to patient records. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, പെട്ടെന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റ് റെക്കോർഡിലേക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും, എളുപ്പത്തില് പ്രവേശിക്കാൻ പറ്റും. The medical staff need quick access to patient records. പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് പെട്ടെന്ന് അല്ലെ, എന്തെങ്കിലും എമർജൻസി വരികയാണ്, ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാഫിന് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റൂലേ അല്ലെ. പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് പെട്ടെന്ന് തന്നെ അക്സസ് ചെയ്യാൻ പറ്റും.
there are lesser risk of data loss. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡേറ്റ നഷ്ടപ്പെടുന്ന റിസ്ക് കുറയ്ക്കൂലേ, ഇല്ലേ? ഡേറ്റ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പേടിക്കണ്ട, സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ് അല്ലെ, സേഫ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മളെ റെക്കോർഡൊക്കെ ആണെങ്കിൽ ചിലപ്പോ വാരി വലിച്ചൊക്കെ ഇടുമ്പോൾ ചിലപ്പോ ഏതെങ്കിലും ഒക്കെ നമുക്ക് മിസ്സായി, അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷെ ഇതെന്താ, അങ്ങനെ നമ്മുടെ ആ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഡേറ്റാസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അപകട സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓർ മിസ്മാച്ചിങ് വൈൽ യൂസിങ് എ കമ്പ്യൂട്ടർ. അതിൽ മിസ്മാച്ച് വരാനോ അല്ലെ, മാച്ച് അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ ഇതൊക്കെ വരെ മാറിപ്പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും എന്താ അങ്ങനെയുള്ള ഒരു അപകട സാധ്യതയ്ക്കും ഒന്നും ഒരു ചാൻസ് ഇല്ല ഇവിടെ. There are lesser risk of data loss or mismatching while using a computer. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു അപകട സാധ്യത കുറയ്ക്കുന്നു. ലെസ്സർ, റെഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ അത്? പേഷ്യന്റ് ഇൻഫർമേഷൻ ഒന്നാമത്തെ യൂസ് ആട്ടോ. കമ്പ്യൂട്ടർ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് എന്താണ്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ പരിപാലിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെക്കാൻ. ഇനി രണ്ടാമത്തെ നോക്കിയേ, മോണിറ്റർ പേഷ്യന്റ്. പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാൻ. ഐസിയുലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണ്ടേ, മോണിറ്റർ ചെയ്യണ്ടേ. അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് അവരുടെ ഇതെല്ലാം കാര്യങ്ങളും ഒക്കെ അവർക്ക് എന്താ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് നേരെ സിസ്റ്റത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വൈറ്റൽ സൈൻസ്, സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങള്. ഓക്കെ, അത് നോക്കിയേ, നമുക്ക് ഇതിലേക്ക് നോക്കാം. ഹോസ്പിറ്റൽ നൗ യൂട്ടിലൈസ് computers to keep track of vital signs. Vital signs എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് മോണിറ്ററിങ്, അടിസ്ഥാന നിരീക്ഷണം വേണ്ട കാര്യങ്ങൾ അല്ലെ, അതായത് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നേരെ ഇതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്താ അത് മോണിറ്റർ ചെയ്യും. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ നേരെ സിസ്റ്റത്തിൽ നോക്കിയാൽ മതി അല്ലെ. അഡീഷണലി അതിന്റെ ഒപ്പം തന്നെ എന്താണ്, ദ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം കളക്ട്സ് ഹെൽപ്ഫുൾ പേഷ്യന്റ് ഡേറ്റ. കൂടാതെ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം പേഷ്യന്റിനെ എന്താണ്, ഈ പേഷ്യൻസിന് നമുക്ക് സഹായമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാൻ, കളക്ടിങ് ഹെൽപ്ഫുൾ പേഷ്യന്റ് ഡേറ്റ, പേഷ്യന്റിന് സഹായമായ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. It is possible to get back this data for future as in research or other purpose. റിസർച്ചിനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള ഉപയോഗത്തിനോ ഈ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, തിരികെ ലഭിക്കുന്നത് സാധ്യമാണ്. അതായത് നമുക്ക് ആ ഡേറ്റാസ് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റൂലേ അല്ലെ. ഒരു ടെസ്റ്റ് റിസൾട്ട് ആണ്, നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ റിസൾട്ട് ഒന്ന് വേണം, ഒന്നോടെ നോക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഫ്യൂച്ചർ, ഭാവിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് അതിൽ നിന്ന് എടുക്കണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. റിസർച്ചിനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭാവിയിലെ ഉപയോഗത്തിനോ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡേറ്റാസ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, അതിനകത്ത് ഒരു പേഷ്യന്റ് കിടത്തിയിട്ട് അതിനകത്ത് മോണിറ്റർ ചെയ്യാനുണ്ടോ, ബേസിക് ആയിട്ടുള്ള വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാനും അതായത് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനും ഈ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു കേട്ടോ, മോണിറ്റർ പേഷ്യന്റ് എന്നുള്ളത്. Hospital now utilize computer to keep the track of vital signs. ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫ്യൂച്ചറിനോ അല്ലെങ്കിൽ റിസർച്ചിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ഈ ഡേറ്റാസ് തിരികെ ലഭിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് മെഡിക്കൽ റിസർച്ച്. Medical research. To understand more about a certain ailment, ailment എന്ന് വെച്ചാൽ അസുഖം, രോഗം,
Clinician may now search medical database. The capacity of medical staff to get and apply knowledge is being improved using computers in health care. Okay, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം, അതിന്റെ ഒരു ഡിസീസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഈ രോഗമാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഡോക്ടറിനാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് എന്തിന്റെ ആണെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർ ഏതാണ് ഈ ഒരു ഡാറ്റാബേസ് ഉപയോഗിക്കുന്നു. മെഡിക്കൽ റിസർച്ച്, അതായത് ഡോക്ടറിന് തന്നെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കണേലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസിലോ അതൊക്കെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ നോക്കിയേ, ക്ലിനിഷ്യൻ മേ നൗ സെർച്ച് മെഡിക്കൽ ഡാറ്റാബേസ് ക്ലിനിഷ്യന് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ദ കപ്പാസിറ്റി ഓഫ് ഏതെങ്കിലും രോഗത്തെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെയാവാം. The capacity of medical staff to get and apply knowledge is being improved using computer in healthcare. ഈ നമുക്ക് ഈ ഹെൽത്ത് കെയറിൽ നമുക്ക് ആരോഗ്യ രംഗത്ത് തന്നെ ഈ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തൊക്കെ നമ്മൾ പഠിക്കണല്ലേ അല്ലേ? അങ്ങനെയും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും ഒരു വേർഡ് പോലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ അറിയില്ല എങ്കിലും നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രൊനൗൺസിയേഷൻ കൊടുത്താൽ കിട്ടില്ലേ? മീനിങ്, ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയില്ല, വേർഡ് കൊടുത്തിട്ട് അതിന്റെ മീനിങ് മലയാളം ആണെങ്കിൽ മലയാളം മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കിട്ടൂലേ? ഇപ്പൊ പണ്ടത്തെ പോലെ ഡിക്ഷണറി ഒക്കെ പൊക്കിക്കൊണ്ട് കിടക്കണോ? നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ എളുപ്പല്ലേ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അല്ലേ? നമുക്ക് എന്താ പറയാ, നമുക്ക് കുറെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അത് അവിടെ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് മെഡിക്കൽ സ്റ്റാഫിന് അവരുടെ നോളജ് ഉപയോഗിച്ചിട്ട് അല്ലെ, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയറിൽ കേട്ടോ. The capacity of medical staff to get and apply knowledge is being improved using computers in health care. ആരോഗ്യ രംഗത്ത് അവരുടെ നോളജ്, നമുക്ക് മെഡിക്കൽ സ്റ്റാഫിന് അവരുടെ നോളജ് അറിയില്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടില്ലേ? അങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താ മെഡിക്കൽ റിസർച്ച്? പുതിയ രോഗങ്ങൾ വരുമ്പോ നമ്മൾ അതിന്റെ ഓരോന്നും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് അല്ലെ? അതിന്റെ മരുന്നുകൾ കണ്ടുപിടിക്കും, അതിന്റെ സിംറ്റംസ് എന്താന്നൊക്കെ നോക്കിയിട്ട് ഇന്നതാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗപ്രദമാണ്. അടുത്തതാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞ എന്താ? ഇൻവെന്ററി സ്റ്റോക്ക് ലിസ്റ്റ് കേട്ടോ. സ്റ്റോക്ക് ലിസ്റ്റ്. Knowing what medication are on hand is very necessary for a patient's therapy. അതായത് നമുക്ക് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഏതൊക്കെ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ? അതായത് നമുക്ക് അതെന്താ ഈ പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റിന് നമുക്ക് അത് വേണം. ഇപ്പൊ നമ്മള് ആ ഒരു സ്റ്റോക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്ന് ആണ് എഴുതി കൊടുക്കണമെങ്കിൽ പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് വൈകിപ്പോകും. നമ്മുടെ ട്രീറ്റ്മെന്റ് സാവധാനത്തിലാവാൻ പറ്റും അല്ലെ? അപ്പൊ എന്തൊക്കെ മരുന്നാണ് അവിടെ കയ്യിലുള്ളത് അല്ലെ, അത് അല്ലെങ്കിൽ അവരുടെ എവിടെ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. What medication are on hand is very necessary for a patient therapy. പേഷ്യൻസിന് നമുക്ക് ട്രീറ്റ്മെന്റിന് നമുക്ക് ആ സ്റ്റോക്ക് ലിസ്റ്റിലുള്ള മരുന്നുകൾ അറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. The rehabilitation process might be slowed down if a doctor prescribe a medication that is not in a stock. കണ്ടോ, ഡോക്ടർ ആ സ്റ്റോക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അല്ലെ, ട്രീറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാകും
എങ്ങനെയാണോ സ്ലോ ആവില്ലേ? പിന്നെ നമ്മൾ മരുന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മരുന്ന് കഴിച്ചിട്ട് വേണം അല്ലെ ആ സ്റ്റോക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിക്കേഷൻ പ്രോസസ്സ്, റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, സാവധാനത്തിലാവും. Thus it is important. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. എന്ത്? To keep an inventory list up to date. Up to date എന്നാട്ടോ, up to date ഒറ്റ ഇതാണ്. up to date ആയിട്ട് ഇൻവെന്ററി ലിസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് എന്താ, വളരെയധികം അത്യാവശ്യമാണ്. സ്റ്റോക്ക് ലിസ്റ്റ് എപ്പോഴും നോക്കണ്ടേ അല്ലെ? എമർജൻസി മെഡിക്കേഷൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടോ, ഫാർമസിയിലൊക്കെ പറഞ്ഞതാണ്. സ്റ്റോക്ക് ലിസ്റ്റ് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യണം അല്ലെ? അത് വളരെയധികം പ്രധാനമുണ്ട് അതിന്. ഓക്കെ, ഇൻ ദ മീൻ വൈൽ ഇൻവെന്ററി കൺട്രോൾ ഇസ് എ ഡിസിസീവ്, നിർണായകം. ഡിസൈസീവ് എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. എവിടെ? ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ഫെസിലിറ്റീസിലും ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. Therefore, inventory managers can trace stock level through the computers. അപ്പൊ ഈ സ്റ്റോക്ക് ലെവലില് നമുക്ക് കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെന്ററി മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ലെവല് ട്രാക്ക് ചെയ്യാൻ പറ്റൂലേ? എത്ര മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, ഇനി ഇവിടെ സ്റ്റോക്ക് കുറവുള്ള മരുന്നുകൾ ഏതാണ്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടോ, അത് ഏതാണ്, ഇതൊക്കെ നമുക്ക് ആ ഇൻവെന്ററി മാനേജറിന് ട്രേസ് ചെയ്യാൻ പറ്റൂലേ? സ്റ്റോക്ക് ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ കൂടി തന്നെ. അല്ലാതെ ഓരോ സ്ഥലത്ത് പോയി നോക്കണോ? അല്ലെങ്കിൽ ഫാർമസിയിൽ മൊത്തം പോയി കിടന്ന് തപ്പണോ ആ മരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മരുന്ന് കുറവാണോ, എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കേണ്ട വരും ആ ബോക്സ് ഒക്കെ. നേരെ സിസ്റ്റത്തിൽ നോക്കിയാൽ മതി അല്ലേ? ആ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ അറിയാൻ പറ്റും എത്ര മെഡിസിൻസ് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക്ഡ് ഉണ്ട്, അതിന്റെ നമ്പർ, കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അങ്ങനെ ആ ഇൻവെന്ററി മാനേജർക്കും ആ സ്റ്റോക്ക് ലെവല് ട്രേസ് ചെയ്യാനായിട്ടും കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത് എളുപ്പമുള്ളല്ലേ? ഇത് എളുപ്പമാണോ? ഇത് യൂസസ് സഫീർ മാത്രമല്ലോ നമ്മുടെ ക്ലാസ്സില്. സഫീർ എപ്പോഴും മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്. ഒന്ന് തമ്പിട്ടേ, എവിടെ ഇരുന്നോ? രാവിലെ തന്നെ മഴയൊക്കെയാണോ? മഴയിൽ ഒക്കെ ഇരുന്ന് ഉറക്കം വന്നുണ്ടോ? തണുപ്പൊക്കെ ഉണ്ടോ? എളുപ്പമല്ലേ ഇത്? കമ്പ്യൂട്ടറിന്റെ യൂസസ്. ഓക്കെ, വെരി ഗുഡ്. ജിൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രസ്ഥാന, കീർത്തന. ഓക്കെ, ഇനി അടുത്തതാണ് കമ്പ്യൂട്ടറിന്റെ അടുത്തൊരു ഉപയോഗമാണ് കേട്ടോ. നോക്കിയേ, യൂസിങ് സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ അറിയോ? ഏതെങ്കിലും സർജറിയിൽ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആരെങ്കിലും? ഹാർട്ടിന്റെ, അതായത് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാനായിട്ട് അല്ലെ? ആൻജിയോപ്ലാസ്റ്റി, പിന്നെ കീ ഹോൾ സർജറി, അതൊക്കെ നമ്മൾ അതിന്റെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അല്ലെ, നമ്മൾ അതിൽ കൂടെ കത്തീറ്റർ ഒക്കെ കടത്തി വിടുകയാണ്. അപ്പൊ നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കി അത് പോണ വഴി അതിനൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാലോ ഡോക്ടറിന്. അല്ലാതെ ഡോക്ടർ ഓപ്പൺ സർജറി അല്ല, അവിടെ നേരിട്ട് ഡോക്ടർ ചെയ്യല്ല അല്ലെ, ആ സിസ്റ്റത്തിൽ കൂടിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയേ, യൂസിങ് സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം മൾട്ടി ഫേറ്റഡ് എന്നാട്ടോ, മൾട്ടി ഫാസിറ്റഡ് task in accuracy, so that the use of computers in operating room can save lives. അല്ലെ? കമ്പ്യൂട്ടർ പല മൾട്ടി ഫാസിറ്റഡ് എന്ന് പറഞ്ഞാൽ ബഹുമുഖമായിട്ടുള്ള പല ജോലികളും വളരെ കൃത്യതയോട് കൂടി കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഓപ്പറേറ്റിംഗ് റൂമിൽ എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, പല സർജറി ചെയ്യാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. വളരെ ടാസ്ക് ആയിട്ടുള്ള അല്ലെ, വളരെ റിസ്കി ആയിട്ടുള്ളത്
ഡോക്ടറിന് നേരിട്ട് ചെയ്യാനല്ല, അത് കൺട്രോൾ ചെയ്യാണ് ഡോക്ടർ. അതിൽ കൂടെയാണ് നമ്മൾ അത് സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ അത് ഡോക്ടർ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സർജറികളും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സർജറികളും ഒക്കെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ആണ് കീ ഹോൾ സർജറി, പിന്നെ നമ്മൾ പറഞ്ഞത് ആൻജിയോപ്ലാസ്റ്റി. ഇതൊക്കെ നമ്മൾ എന്താ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഇപ്പൊ കത്തീറ്റർ ഒക്കെ ആണെങ്കിലും കടത്തി വിട്ടിട്ട് അല്ലെ, ആ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ലാപ്രോസ്കോപ്പ് ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിട്ട് എവിടെയാണ് നമ്മൾ ഡോക്ടർ പുറമെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഓപ്പൺ സർജറി അങ്ങനെ ചെയ്യുന്നതല്ല അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് സർജൻ ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടർ. അല്ലോ, അപ്പൊ അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലും ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആറാമത്തെ ആട്ടോ. ഇനി ആ ഹെഡിങ് അവിടെ വേണ്ട, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ എന്ന് ഓൾറെഡി പറഞ്ഞതല്ലേ. ഇനി അടുത്ത ആ ഹെഡിങ് അവിടെ ആവശ്യമില്ല. അടുത്ത ആറാമത്തെ പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതിക്കോട്ടോ. 6th നമ്പർ കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. Okay, computers are widely used to operate medical machinery that conduct crucial നിർണായകമായ medical test including ultrasonography. അതെന്താ? അൾട്രാസൗണ്ട് തന്നെയാണോ? നമ്മൾ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചില്ലേ റേഡിയോളജിയില്? അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് തന്നെയാണ്, അൾട്രാസൗണ്ട്. പിന്നെ CT സ്കാൻ, MRI സ്കാൻ, ബ്ലഡ് ടെസ്റ്റ് തുടങ്ങിയ ആ ടെസ്റ്റുകളില്ലേ, അങ്ങനെയുള്ള നിർണായകമായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളത് ഇപ്പൊ സ്കാൻ ചെയ്തു അല്ലെങ്കിൽ എക്സ്റേ എടുത്തു, നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ആ പിക്ചർ കാണാൻ പറ്റൂലേ അല്ലേ? Okay, doctors also utilize computer to display their finding and describe the illness and the course of therapy. കണ്ടോ, ഡോക്ടറിന് എന്താണ് അതിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് നേരെ കാണാലോ അല്ലെ. അവിടെ ആ സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പൊ നമ്മള് ഇവിടെ എക്സ്റേ എടുത്തു, നേരെ സിസ്റ്റത്തിൽ നമ്മൾ ആ എക്സ്റേയുടെ പിക്ചർ നമ്മൾ കമ്പ്യൂട്ടറിൽ കാണാലോ. അപ്പൊ ഡോക്ടറിന് എന്താ, അവരെന്താണ് ഇവിടെ ഒരു പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചിഹ്നല് സ്ക്രാച്ച് വീണിട്ടുണ്ട്, ഈ ബോണാണെന്നൊക്കെ ഡോക്ടർ നമുക്ക് കാണിച്ചു തരൂ അല്ലെ. അപ്പൊ ഡോക്ടറിന്റെ ആ എന്താണ് കണ്ടെത്തലുകള് അവിടെ ഡിസ്പ്ലേ ചെയ്യാനും അല്ലെ, രോഗത്തെ ചികിത്സിക്കാനും ഒക്കെ അത് പിന്നെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നേരെ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. Okay, then computers may be used for 3D modeling and drawing. അതിന്റെ ഒപ്പം തന്നെ 3D modeling, ഡ്രോയിങ് ഒക്കെ ചെയ്യാനും നമുക്ക് തന്നെ അത് ഡോക്ടറിന് തന്നെ അതിനകത്ത് പല 3D ഇതിലെ ഇമേജിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പണ്ട് അവിടെ സ്കാനിങ് ഒക്കെ ചെയ്യണതിന്റെയൊക്കെ ആ ഒരു 3 dimension 3D നമുക്ക് പിക്ചർ ഇത് ഒക്കെ കിട്ടുന്നു. അതായത് ഇത്രേ ഉള്ളൂ, നമ്മള് സ്കാനിങ്ങും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ അതിന്റെ നേരെ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, 3 dimensional ആയിട്ടുള്ളത് നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, MRI ഒക്കെ ചെയ്യുമ്പോൾ അത് MRI സ്കാനിങ്ങിലൊക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ കിട്ടും. അതിനും കമ്പ്യൂട്ടർ, അപ്പൊ ഇങ്ങനെയുള്ള ഇമേജുകൾ പ്രദർശിപ്പിക്കാനും ഇത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആ പടത്തിൽ കണ്ട ഒരാൾ അവിടെ നിന്ന് ചെയ്ത് തലയുടെയാന്ന് തോന്നുന്നു അല്ലെ, അതിന്റെ നേരെ കണ്ടോ ഹെഡിന്റെ അയാളുടെ ഇതെടുത്തിട്ട് സ്കാനൊക്കെ എടുത്തിട്ട് ആ പിക്ചർ ഡോക്ടർ അവിടെ ആ സ്ക്രീനിൽ പടത്തിൽ കണ്ടില്ലേ. അപ്പൊ അങ്ങനെയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ.
ഇനി അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ. ഏഴാമത്തെയാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ എമംഗസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹെൽപ്പ് ദ സ്റ്റാഫ് ആൻഡ് ടു മേക്ക് ദെയർ ജോബ് ഈസിയർ ബിക്കോസ് ദേ ആർ സംടൈംസ് ക്വൈറ്റ് ബിസി. അതായത് നമുക്ക് സ്റ്റാഫിനെ സഹായിക്കാണ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കിടയിൽ ഇപ്പൊ നമുക്ക് പേഷ്യൻസ് ഒക്കെ അവിടെ കുറെ കൂടുതലാണ് അല്ലെ, അവിടെ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ ആ സ്റ്റാഫിന്റെ അതായത് എന്താ പറയാ, ഇപ്പൊ സ്റ്റാഫുകളാണെങ്കിലും വലിയ തിരക്കിലൊക്കെ ആണെങ്കിൽ അത് സ്റ്റാഫിന്റെ ജോലി എളുപ്പമാക്കാനും കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എവിടെ? എമംഗ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ദ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യണത്? അവരുടെ ജോലി ഈസിയർ ആക്കാൻ. അവരുടെ ജോലി അല്ലെങ്കിൽ ഇപ്പൊ നേരെ അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ കൂടെ തന്നെ മെസ്സേജ് വിട്ടാൽ പോരെ. അല്ലാതെ ഇവിടുന്ന് സ്റ്റാഫ് പോയി അവിടെ പോയി ഇവിടെ പോയി എന്താ പറയണോ, പറഞ്ഞു കൊടുക്കണോ? ഇപ്പൊ റിസപ്ഷനിലാണെങ്കിലും റിസപ്ഷനിൽ ഇരിക്കുന്നത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് അവരെ എണിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലണം. അവിടെ നിന്ന് ഇന്ന ഒരാള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കടെ ആ റെക്കോർഡ് നേരെ കൊടുത്താൽ മതി. അല്ലാതെ അവർ എനിക്ക് ഓടി ഓടി നടക്കൊന്നും വേണ്ട. അപ്പൊ ആ തിരക്കുകളൊക്കെ ആണെങ്കിലും എന്താണ്, അവർക്കടെ ജോലി എളുപ്പമാക്കാനായിട്ട് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫിന്റെ ജോലി എളുപ്പമാക്കാനും കേട്ടോ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് നേരെ പോയി പറയണ്ട, പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫുകൾക്ക് പോയി എല്ലാം ഒരു വിരൽത്തുമ്പിലേക്ക് കീർത്തനയായിട്ടുണ്ട് അല്ലെ. ആ ഒറ്റ ക്ലിക്കില് ഇവിടുന്ന് മെസ്സേജ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാം. ഇപ്പൊ രണ്ട് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ അവർക്ക് തമ്മിൽ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെ നേരെ ഓടിപ്പോയി പറയണ്ട, നേരെ സിസ്റ്റത്തിൽ ഒറ്റ ക്ലിക്കിൽ അല്ലെ എല്ലാം ഒരു കൊടുക്കി നമ്മൾ ഒറ്റ ക്ലിക്കിൽ പോയിച്ചാൽ അവർക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. Then healthcare staff can communicate in real-time chat on the computer to share the important information. വീട്ടിലെ വിശേഷം നാട്ടിലെ വിശേഷം ഒന്നും അല്ല, എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ യഥാസമയം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ സ്റ്റാഫിന് മെസ്സേജുകൾ പാസ് ചെയ്യാൻ പറ്റും. It is preferable to receive text or post in notes. അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ടോ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാൻ പാടില്ലേ? മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെയോ അല്ലെങ്കിൽ കുറിപ്പുകളൊക്കെ ആയിട്ടോ എന്തെങ്കിലും പോസ്റ്റ് നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റുകളായിട്ടോ ഒക്കെ നമുക്കത് ഏതാണോ നമുക്ക് പ്രിഫറബിൾ ഏതാണോ അനുയോജ്യം ചോദിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെൻഡ് ചെയ്യാനും അത് അവർക്ക് റിസീവ് ചെയ്യാനും പറ്റും. അപ്പൊ സ്റ്റാഫുകളുടെ ജോലി എളുപ്പമാക്കാനും ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാഫിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എളുപ്പമാക്കാനും കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ എത്ര യൂസ് പറഞ്ഞു എന്നാ? 7 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 പറഞ്ഞ ഏതൊക്കെയായിരുന്നു? പെട്ടെന്ന് ഒന്ന് പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഏതാണ്ട് 10 യൂസിന്റെ ഫസ്റ്റത്തെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ, ഒന്നാമത്തെ ടു മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഏതാണെന്നോ? മോണിറ്റർ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെ, അവരുടെ വൈറ്റൽ സൈൻസ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ കമ്പ്യൂട്ടർ വഴി മോണിറ്റർ ചെയ്യാൻ. അടുത്തത് മെഡിക്കൽ റിസർച്ച്. ഇനി ഡോക്ടറിനാണെങ്കിലും എന്തെങ്കിലും മെഡിസിനിലോ പുതിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും റിസർച്ച് ചെയ്യാനായിട്ട് അങ്ങനെ. പിന്നെ അടുത്തതാണ് ഇൻവെന്ററി, സ്റ്റോക്ക് ലിസ്റ്റ്. അതായത് ഡോക്ടറിനൊക്കെ മെഡിസിൻ ഒക്കെ എഴുതുമ്പോൾ സ്റ്റോക്ക് ലിസ്റ്റ് ഒക്കെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെ. ആ സ്റ്റോക്ക് ലിസ്റ്റ് നോക്കി അതിലുള്ള മരുന്നുകൾ വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻവെന്ററി മാനേജറിനും ആ സ്റ്റോക്ക് ലിസ്റ്റ് ട്രേസ് ചെയ്യാനായിട്ട് അല്ലെ, ട്രാക്ക് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തേതാ? സർജിക്കൽ പ്രൊസീജിയറിൽ അല്ലെ, അതായത് ആൻജിയോപ്ലാസ്റ്റി, ലീഹോള് അങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് 6ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ് അല്ലെ. റേഡിയോളജി, നമ്മള് എക്സ്റേ, സ്കാനിങ്, ഇതിലൊക്കെ നമുക്ക് അതായത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സിസ്റ്റത്തിൽ അതിന്റെ പിക്ചർ കിട്ടും. ലാസ്റ്റത്തെയാണ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റാഫുകൾ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ അല്ലെ സ്റ്റാഫുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ജോലി എളുപ്പമായില്ലേ, നെറ്റോടി പോണ്ട അല്ലെ. മെസ്സേജുകളോ ടെക്സ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്റെ നോട്ട്സ് ആയിട്ടോ കുറിപ്പുകളാക്കി ആയിട്ടോ മെസ്സേജ് അവർക്ക് യഥാസമയം അവർക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ഇൻഫർമേഷൻസ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, 7 പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഒന്ന് വായിച്ചു വെച്ചേരേ കേട്ടോ. ഓക്കെ, ബൈ.